ഈ ചേമ്പില് നന്നായി ചൊറിയും. ഇത് ഇതിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നിൽക്കില്ല. ഇതിൽ മാത്രമല്ല ഇതിൽ വെള്ളമാവില്ല ഒരുപാട്. അപ്പോട്ടാ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ആവില്ല. ഇത് മാത്രമല്ല ഇത് നന്നായി ചൊറിയുന്ന കാണിച്ചു തരാം. ഇത് ഒരുപാട് വെള്ളം നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ പൂവാണ്. ശരിയായി. ഒന്നുകൂടെ പറഞ്ഞ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇതിൽ വെള്ളം ആവുന്നില്ലല്ലോ. നല്ല വെയിലാണ്. നമുക്ക് ഇതൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വെള്ളം ആയിട്ടൊന്ന് നോക്കുള്ളൂ കേട്ടോ. ഒട്ടും വെള്ളമില്ല. കുറച്ച് ഇരുമ്പാമ്പൊടി ഉണ്ട്. നമുക്കത് വലിച്ചെടുക്കാം കേട്ടോ. നമുക്കൊന്ന് വെച്ച് ഇങ്ങനെ കുറേ എടുക്കാറുണ്ട്. താങ്ക് യു. അപ്പോൾ അവിടെ ഒരു മരം കാണുന്നുണ്ടോ? ഈ മരം വാഴ മരമാണ്. ഇതിന് നമുക്ക് കുറേ കറി വയ്ക്കാനായിട്ട് ഒരു കറിയൊക്കെ കിട്ടും. ഈ ചാലിൽ നമുക്ക് കുറേ മീനിന് കിട്ടും. ഇവിടെ ഞങ്ങൾ എപ്പോഴും മീനൊക്കെ പിടിക്കും. ഇവിടെ നിറയെ തവളയുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ചാല്. അപ്പോൾ ഗൈസ് ഇവിടെ പാടമുണ്ട്. മുഴുവൻ മരങ്ങളാണ്. പാടത്ത് വലിയ വലിയ മരങ്ങളുണ്ടെന്ന് എല്ലാവർക്കും. ഇത് ഒരു വലിയൊരു മരമാണ്. ഇതും പുളിയുടെ മരമാണ്. ഇവിടെ മൊത്തം. അപ്പോൾ ഇത് ഡ്രസ്സിലൊട്ടി പിടിക്കുമ്പോ ഇവിടെ രാത്രിയാകുമ്പോൾ നിറയെ പന്നികളൊക്കെ വരും. അവിടെ ഒരു വലിയ പുഴയുണ്ട്. അല്ല, പുഴയില്ല, തോട്. അപ്പൊ നമ്മുടെ ഇവിടെ മൊത്തം ഇലകളും മരങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വലിയ വലിയ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, കുറേ കാണുന്നുണ്ട്. ചെടികളുണ്ട്. കുറേ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് കാടാണ്. കാടുണ്ട്. ഇത് മൊത്തം നമ്മുടെ പാടമാണ്. ഇവിടെയൊക്കെ നമ്മുടെ പാടമാണ്.
ഇത് തോടാണ്. കുറേ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ കുറേ പേര് വന്ന് മീൻ പിടിക്കാറുണ്ട്. ഇവിടെ എല്ലാവരും പ്ലാസ്റ്റിക് ഇവിടെ ഇടാൻ പാടില്ല എന്നാൽ അറിയുന്നവർ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ചളിയായിരിക്കണം, മഴ പെയ്യുമ്പോൾ ഒത്തിരി ചളിയായിരിക്കണം. നല്ല പൂവുകളുണ്ട്, ഇലകളിലൊക്കെ നല്ല പൂവുണ്ട്. ഇത് മൊത്തം നല്ല പച്ച കളറുള്ള പുല്ലുകളാണ്. നല്ല പുല്ല് കണ്ണിന് മേലെ കളർ വന്നത് മഴ പെയ്ത് ഇവിടെ മൊത്തം ചളിയായിരിക്കും. ഇതാണ് വലിയ വലിയ മരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. തെങ്ങുണ്ട്, വാഴയുണ്ട്, നാരങ്ങ മരമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നാരങ്ങ മരമുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നാരങ്ങ മരം. കുറേ വർഷങ്ങളായി വിളിക്കാൻ നോക്കിയിട്ട് എപ്പോഴത്തെ ഒരു നാരങ്ങ പോലും കിട്ടാറില്ല. എത്ര വർഷങ്ങളാണ് ഇതിപ്പോൾ ഉണങ്ങി നന്നായി ഉണങ്ങിയിരിക്കുന്നു. വാടി ഇതിൽ വരുന്നത് ഇലകളും മുള്ളുകളും. ഇലകളൊന്നും ഇപ്പം ഇല്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നാളികേരം ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. ഇത് മൊത്തം നല്ല പച്ചപ്പുണ്ട്, നിറയെ ഉണ്ട്, അങ്ങനെ വളർന്നു. ഇവിടെ വലിയ മരങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. നല്ല ചെടികളുണ്ട്, നല്ല ചെടികളുണ്ട്. ഇവിടെ മൊത്തം പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. ഇത് വാഴയാണ്. ഇതിൽ നിന്ന് ദൂരെ പഴം കിട്ടും. ഇത് പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ വരുള്ളൂ ഗൈസ്. ഒരു പ്രാവശ്യം മാത്രമേ പഴം ഉണ്ടാവുള്ളൂ. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇവിടെ കുറേ ഉണ്ട് കസ്തൂരി മഞ്ഞൾ. ഇവിടെ കുറേ ഉണ്ട്. കുറേ കസ്തൂരി മഞ്ഞളുണ്ട്. മൊത്തം കസ്തൂരി മഞ്ഞളാണ്. ഗൈസ് ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു മരത്തിൽ കുറച്ചുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറിച്ചതാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ മുക്കുറ്റി ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം മുക്കുറ്റിയാണ്. ഇടയിൽ വേറെ വേറെ ചെടികളുണ്ട്. മൊത്തം മുക്കുറ്റിയാണ്. ഇവിടെ മൊത്തം മുക്കുറ്റിയാണെന്ന് തോന്നുന്നത്. ഇവിടെയും മുക്കുറ്റിയുണ്ട്. ഇതിങ്ങനെ കുറേ സ്ഥലത്ത് മുക്കുറ്റികളുണ്ട്. ഇതില് പൂ വന്നു കഴിഞ്ഞാൽ നിറച്ച പൂമ്പാറ്റകൾ വരും. ഇതില് നിറയെ പൂ വന്നു കഴിഞ്ഞാൽ പൂമ്പാറ്റകൾ നമ്മൾ ഇവിടെ മൊത്തം വരും. പൂമ്പാറ്റകൾ ഇതിൽ വന്നിരിക്കും. തേങ്ങ കുടിക്കാനായിരിക്കും. ഭയങ്കര പുളി ഗൈസ്. നമുക്കൊരു നാളികേരം കിട്ടി. ഇത് നമ്മൾ കവറിലിടാം. ഒന്നാ കിട്ടും ഗൈസ്. നമുക്ക് ഒരു നാളികേരം കിട്ടിയിരുന്നു. ഇനി നമുക്ക് കുറേ ദൂരം ഇനി നമുക്ക് തിരിച്ചു നോക്കാം. ഇനി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഗൈസ് കൂടെ പോകണം. അപ്പോൾ ഈ ഇല പെട്ടെന്ന് പിടിച്ചു വെച്ച കൈയൊക്കെ മുറിയും. അപ്പോൾ ഇവിടെ എൻ്റെ പഴയ കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര പഴയതാണെന്നറിയോ? ഭയങ്കര പഴയ കായാണ്. ഇവിടെ വലിയ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിന്ന് നമുക്ക് നാളികേരം കിട്ടും. ഇതാണ് ആ തെങ്ങ്. കുറേ നാളികേരം ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒരു വാഴയിൽ പഴം വന്നിട്ടുണ്ട്.
ഗൈസ് അപ്പൊ ഇതൊരു പ്രത്യേകതര ഇലയാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ നാളികേരം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഒരു നാളികേരം കിട്ടി. നമുക്കൊരു നാളികേരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാളികേരം കൂടി നമുക്ക് 3 നാളികേരം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 4ാമത്തെ കിട്ടി. 5ാമത്തേതും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ചൊറിയതാ അപ്പം നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വെയിറ്റായി. ഈ ഇലയാണ് കടുത്തുക. നമ്മൾ ചൊറിയും. ഞങ്ങളുടെ അവിടെ കടുത്തുക എന്നാണ് പറയാ. നിങ്ങളെവിടെ എന്താണെന്ന് പറയാ. പറയൂ. ചൊറിയും. ചെറുതായിട്ടൊന്ന് കത്തിക്കഴിഞ്ഞാൽ നന്നായി ചൊറിയുന്ന ഇലയാണ് കടുത്തുക. അപ്പൊ ഗൈസ് ഈ ഇല മുടി ചെയ്യുവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് കടുത്തുക. ഈ ഇല നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ഇതാണ് ആ ഇല. ഇത് നല്ല ഷാർപ്പാണ്. ഇങ്ങനെ നന്നായി കുത്താൻ ഇതിൽ കാണിത്തരാം. ഇത് ഇവിടെ നല്ല മോന പോലെയുള്ള സാധനമുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ചീവാൻ പറ്റും. കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ കട്ടുക. ഇത് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ചൊറിയില്ല. ബാക്കിയുള്ള അവിടെ ആയിക്കഴിഞ്ഞാൽ നന്നായി ചൊറിയും. ഇത് നന്നായി ചൊറിയുന്നതാണ്. നന്നായി ചൊറിയും. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ബ്രെഡ് ചാമ്പങ്ങല്ല. ഇത് ഒരു പച്ച കളറിലെ ചാമ്പങ്ങയാണ്. ഇപ്പൊ ചാമ്പങ്ങൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ചാമ്പങ്ങ ഇപ്പൊ അവിടെ ചാമ്പങ്ങൊന്നും ഇല്ല. ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. മീനൊക്കെ ഉണ്ട്. ഇതില് നല്ല നല്ല ഒരാളുടെ മീൻ, കുട്ടി. കുറേ മീനുകള്. പിന്നെ ഇതും ഒരു കാട് പോലെയാണ്. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ മീനുകൾ കുറേ ഉണ്ട്. അവിടെ മീൻ കുറേ മീനുകളുണ്ട്. നോക്ക്, അതെ അവിടെ നല്ല വലിയ വലിയ മീനുകളുണ്ട്. ചെറുതും ഉണ്ട്, ചെറിയ മീനുകളും ഉണ്ട്. ചെറുതും വലുതും എല്ലാ മീനുണ്ട് ഗൈസ്. ഇവിടെ ചില ഇവിടെ വ്യത്യസ്ത ചില ഞണ്ടൊക്കെ വരാറുണ്ട് ഗൈസ്. ചിലപ്പോൾ ഇവിടെ കുറേ ഞണ്ടുകളുണ്ടാവും. ഇതിന്റെ അകത്തൊക്കെ ഞണ്ടുണ്ടാവും ഗൈസ്. ഇവിടെയാണ് ഒരുപാട് ഞണ്ടുകളുടെ കൂട്. ഇതാണ് ഞണ്ടുകളുടെ കൂട്. അവിടെ ഉണ്ടല്ലോ. ഇതേ കുറേ ഒരുപാട് സ്ഥലത്ത് ഞണ്ടുകളുടെ കൂടുണ്ട്. അതെ ഇവിടെ നോക്ക്, കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഉള്ളതെല്ലാം. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇതാ ഇതിവിടെ ഉണ്ടോ? വ്രാലാണ് ഗൈസ്. ഇതില് ഒരു കുഞ്ഞു മീനുണ്ട്. കുഞ്ഞു മീനാണ്. ഈ മീനുടെ ഭയങ്കര വലിയ മീൻ. വലിയ വലിയ മീനുകളുണ്ട് ഇവിടെ. ഗൈസ് ഒരുപാട് വലുത്. അതുപോലെ ഗൈസ് ഇത് എട്ടുകാലിനെ പോലത്തെ സാധനമാണ്. ഇത് നോക്കി കിടന്ന ആളുകളെ നോക്ക്. തുറമ്പളേക്ക് ഇതെങ്ങനെ ഓടിപ്പോകും. എട്ടുകാലിനെ പോലത്തെ സാധനമാണ് ഗൈസ്. ഇവിടെ ഉണ്ട്. പിടിച്ചപ്പോൾ അതിൻ്റെ കാല് വിട്ടിട്ട് പറന്നു പോയി. ഇവിടെ കുറേ അങ്ങനത്തെ എട്ടുകാലി പോലത്തെ ജീവികളുണ്ട്. ചിലവിടെ ഉറുമ്പുകളുണ്ട്, ചിലവിടെ എട്ടുകാലികളുണ്ട്. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞണ്ടുണ്ട്, മീനുണ്ട്, അങ്ങനെ കുറേ ജീവികളുണ്ട്. പിന്നെ ചെടികളും മരങ്ങളും ആണ് ഒരുപാടുള്ളത്. പിന്നെ അതിൻ്റെ കാല് വിട്ടിട്ട് പറന്നു പോയി ഗൈസ്. പാടാണുള്ളത് മൊത്തം. ഇവിടെ വെള്ളമുണ്ട്, ഒരുപാട് വെള്ളം. ഇങ്ങനെ ചാല്, തോട്,
പുഴ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളൊരു ഈ തോടിലൊക്കെ എല്ലാവരും വേസ്റ്റൊക്കെ കൊണ്ടിടും ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പുറത്ത് ഈ തോടിന് ആരും ഇപ്പോൾ വെള്ളം കൊടുത്തില്ല ഗൈസ്. ഇത് ഭയങ്കര കനമുണ്ട്. പൊക്കാൻ പറ്റാത്ത അത്രയും കനമാണ് ഇതിനുള്ളത്. ഇത് മൊത്തം കുറേ തേങ്ങകളുണ്ട് ഗൈസ്. ഇത് ഒരു വണ്ടാണ്. വണ്ടിനെ ഇവിടെ ഒരു കുറച്ച് ഉറുമ്പുകൾ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ഒരു വണ്ടാണ്. ഇപ്പോഴും ഇതിന് ചെറിയൊരു ജീവനുണ്ട്. ഗൈസ് അത് വണ്ടാണോ രണ്ടാണോ എന്ന് അറിയാൻ പറ്റില്ല. ഗൈസ് ഞാനതിനെ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടുണ്ട്. ഇതിന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇവിടെ മഴ പെയ്തിട്ട് നിറയെ വെള്ളം വരും. ഇപ്പോഴേ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ആരും അപ്പോൾ ഈ തോടിലേക്ക് നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇറങ്ങരുത്. അപ്പം വിളിച്ച് കൊണ്ടുപോകാം. നമുക്ക് പൊക്കാൻ പറ്റില്ല. അത് ഈ കല്ല് നോക്ക്, ക്രിസ്റ്റൽ പോലെ. അതിങ്ങനെ പൊടി പൊടിയായിട്ട് മേത്തൊക്കെ ആയി കഴിഞ്ഞാൽ രസമാണ്. ഇതെവിടെ ഒരു വെള്ളാരെങ്കിലും കേട്ടോ. അല്ലേ പണിപാളി ഗൈസ്. തെങ്ങിൽ കണ്ട പ്രാണി ഇവിടെയുണ്ട് ഗൈസ്. ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ഇവിടെ നീലൂരത്തിന്റെ ചെടിയുണ്ട് ഗൈസ്. ഈ കല്ലതിൽ എറിഞ്ഞു നോക്കാം. സുഖമായിട്ട് കാര്യം വെക്കുന്നുണ്ട്. ഇവിടെ നിറച്ചും മുക്കുറ്റിയാണ്. നിങ്ങളുടെ അവിടെ ഉണ്ട് ഇങ്ങനത്തെ മുക്കുറ്റി? ഇവിടെ റോഡ് സൈഡ് മൊത്തം അങ്ങനത്തെ മുക്കുറ്റിയാണുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ കുറേ ഉണ്ട് മുക്കുറ്റി. വേണ്ടോ, ഒരുപാട് പുല്ലുകളൊന്നുമില്ല. ഒരുപാട് കുറേ മണലുകളുണ്ട്. കണ്ടോ, ഒരു സോഫ്റ്റായ മണലുകളുണ്ട്. നന്നായിട്ട് സോഫ്റ്റാണ്. ഇവിടെയും കുറേ കാണിച്ചു തരാം. ഇവിടെ കുറേ ചെടികൾ ഒരു പട്ട വീണുണ്ട്. ഇത് ഉണങ്ങിയതാണ്. ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല പൊടിഞ്ഞെടുക്കുന്നത്. തിന്നുന്ന വന്ന് ഉണങ്ങി വീണതാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ നല്ലൊരു പട്ടയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് കത്തിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. ചോറ് വെക്കാനായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കാം നമുക്കിത്. ഇത് ഞാൻ ഗൈസ്, ഇതാണ് മച്ചിങ്ങ. ഇവിടെ തെങ്ങുന്ന കേടായിട്ട് വീണതാണെന്നാണ് തോന്നുന്നത്. ഇതിനൊരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കേട് വന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? ഞാനിത് തൊട്ട് കാണിച്ചു തരാം. തൊടുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. നിക്കോളൂ, ഇത് വാടിപ്പോവാണ്. ചെറുതായിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി. കണ്ടോ, ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ വാടിപ്പോവും. അങ്ങനെ അതെ, അത് വിരിഞ്ഞിട്ടില്ല. അത് കളിക്കാൻ പറ്റും ഗൈസ്. കണ്ടോ ഗൈസ്, ഇത് തൊട്ടാവാടിയാണ്. പക്ഷെ ഇത് തൊട്ടാവാടിയല്ല, ഇത് മുക്കുറ്റിയാണ്. ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ. ഇത് തൊട്ട് കഴിഞ്ഞാൽ വാടില്ല. മുക്കുറ്റി അങ്ങനെ വാടാത്ത സാധനമാണ്. ഒരു ചെടിയാണ്.
ഈ ഇല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. അതെ ഗൈസ്, ഇതാണ് ഇതോ ഇവിടെ മുള്ളുണ്ട്. ഇതാണ് കൈത. നന്നായി മുള്ളുണ്ട്. ഓലനെ പോലെ ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ്. ചെടി നന്നായി കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ നന്നായി വേദന എടുക്കും എന്നാണ് തോന്നുന്നത്. ഗൈസ്, ഇവിടെ പുറകിലും ഇവിടെ മുള്ളുണ്ട്. ഇവിടെ മുള്ളുകളുണ്ട്, കുറേ മുള്ളുണ്ട്. ഇവിടെ മുള്ളുണ്ട്, കുറേ മുള്ളുകളുണ്ട്. കണ്ടോ? ഇത് മാത്രമല്ല, ഇതിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഞാൻ പറയാം ഗൈസ്, ആ വലിയ മച്ചിങ്ങനെ പോലത്തെ ഒരു കുഞ്ഞു മച്ചിങ്ങയും ഇവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞു മച്ചിങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടോ? കുഞ്ഞു മച്ചിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുഞ്ഞതാണ്. എന്നാൽ അത് വലിയ തേങ്ങയെ പോലെ വലുതായിട്ടില്ല. അത്രയ്ക്ക് വലുതായിട്ടില്ല. അത് കുറേ ഉണ്ട്. പക്ഷേ തൊട്ടെ ഞാൻ വന്ന് തൊട്ടാൽ മതി. ഉണ്ടോ? നമ്മൾ വാടുന്നുണ്ട്. ഇത് കുറേ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഉണ്ട്. കാണിച്ചുതരാം. ഒരുപാടുണ്ട്. കണ്ടോ? വെറുതെ ഇങ്ങനെ തൊട്ടാൽ അപ്പം തന്നെ വാടിപ്പോവും. ഉണ്ടോ? അങ്ങനത്തെയാണിത്. തൊട്ടാ വാടി. ഉണ്ടോ? ഉണ്ടോ? പെട്ടെന്ന് വാടിപ്പോകുന്നുണ്ടോ? ഉണ്ടോ? പെട്ടെന്ന് വാടുന്ന സാധനമുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടാവും. കുറേ പേര് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.